ഇമാം ഗസാലി തങ്ങൾ പറയുന്നുണ്ട് ഇതേ വാക്ക് 5 രാത്രികളിലെ ദുആ ഒരിക്കലും തള്ളപ്പെടുകയില്ല. ഫൈദുൽ ഖദീറിൽ ഇമാം മനാവി പറയുന്നുണ്ട്, ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട് ഇതേ വീക്ഷണം. 5 രാത്രികളെ ദുആ തള്ളപ്പെടുകയില്ല. ഏതൊക്കെ 5 രാത്രി? അവ്വലു ലൈലത്തുൽ മിൻ റജബ് 1, വലൈലത്തുൽ നിസ്ഫി മിൻ ശഅബാൻ 2, വലൈലത്തുൽ ജുമുഅ 3, വലൈലത്തുൽ ഈദുൽ ഫിത്ർ 4, വലൈലത്തുൽ ഈദുൽ അദ്ഹ 5 രാത്രികൾ തള്ളപ്പെടുകയില്ല. ഈ വിഷയത്തിൽ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഒരു ഹദീസിനെ കൂടി കൊണ്ടുവരുന്നുണ്ട്. മൻ അഹ്യൽ ലയാലിൽ ഖംസ വജബത് ലഹുൽ ജന്ന. 5 രാത്രി ഹയാത്താക്കിയാൽ സ്വർഗ്ഗം. ഏതൊക്കെ? 1 റജബിലെ ആദ്യത്തെ രാത്രി, 2 ശഅബാനിലെ 15-ാം രാത്രി, പിന്നെ വെള്ളിയാഴ്ച രാത്രി, പിന്നെ ചെറിയ പെരുന്നാൾ രാത്രി, പിന്നെ വലിയ പെരുന്നാൾ രാത്രി. 5 രാത്രികളെ ഹയാത്താക്കിയാൽ വജബത് ലഹുൽ ജന്ന, സ്വർഗ്ഗം വാജിബാണ്. فمحمدنا هو سيدنا فالعز لنا لإجابته الله والله والله والله. ലൈലത്തുൽ ബറാ ലൈലത്തുൽ ഖദ്റിന്റെ പ്രാധാന്യങ്ങൾ പറയുന്നുണ്ട്. എന്നിട്ട് പറയാ ലൈലത്തുൽ ബറാക്ക് പ്രാധാന്യം ഉണ്ടല്ലോ, അതിൽ യാതൊരു സംശയവും ഇല്ലല്ലോ. അതിലാണ് യുൻസഹുൽ അഹ്യാഉ മിനൽ അംവാതി വയുക്തബുൽ ഹാജ് ഫലാ യുസാദു ഫീഹി വലാ യൻഖുസു മിൻഹും ലൈലത്തുൽ നിസ്ഫി മിൻ ശഅബാൻ. ഒരു കൊല്ലത്തിൽ വേണ്ട കാര്യങ്ങളെല്ലാം അല്ലാഹു തആല തീരുമാനിക്കുന്നത് എന്നാണ് ലൈലത്തുൽ ബറാഅക്കാണ്. ആരാണ് വ്യാഖ്യാനം കൊടുക്കുന്നത്? പ്രാമാണിക പണ്ഡിതന്മാരിൽ മുമ്പന്തിക്കാരനും മുതഅഖിരീങ്ങളിൽപ്പെട്ട ഏറ്റവും പ്രാമാണികയോഗ്യനുമായ മഹാനായ ആപ്പിൾ ജലാലുദ്ദീൻ സുയൂത്തി റളിയല്ലാഹു അൻഹു അവരുടെ വ്യാഖ്യാനം വായിച്ചത് ഒരുപാട് പറയുന്നുണ്ട്. ഇത് കുറച്ചൊന്നുമല്ല അവര് വ്യാഖ്യാനങ്ങൾ പറയുന്നത്. ലൈലത്തുൽ നിസ്ഫി മിൻ ശഅബാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല യുഹില്ലാഹു ഇലാ മലക്കിൽ മൗതി ബിഖബ്ലി കുല്ലി നഫ്സിൻ യുരീദു ഖബ്ലഹാ ഫീ തിൽക സന. ആ കൊല്ലം പിടിക്കേണ്ട റൂഹിനെ മുഴുവനും ആ കൊല്ലം ആ രാത്രി ലൈലത്തുൽ നിസ്ഫി മിൻ ശഅബാനിൽ അല്ലാഹു തആല ആരെ ഏൽപ്പിക്കും? മലക്കുൽ മൗത്തിനെ. ആ കൊല്ലം പെണ്ണെത്തുന്നോ അല്ലായിരിക്കും, അവനെ ആടിപ്പാടി കല്യാണത്തിന് കൊണ്ടോ കൂട്ടിക്കൊണ്ടോ. പക്ഷേ ലൈലത്തുൽ നിസ്ഫി മിൻ ശഅബാനിൽ അല്ലാഹ് എന്നോട്ടുണ്ടാവും മലക്കുൽ മൗത്ത്, ഇയാൾ കൊല്ലം റൂഹ് പിടിക്കേണ്ട കൊല്ലമാണ് എന്ന് കൊടുത്തിട്ടുണ്ടാവും. മനസ്സിലായോ പറഞ്ഞത്? ആ കൊല്ലം അവൻ കുട്ടിയിരിക്കുന്നുണ്ടാവും, പക്ഷേ അവന്റെ പേര് ദീവാനുൽ അംവാത്തിലാണ്. ആ കൊല്ലം അങ്ങനെ സംഭവിക്കും, അവനത് അറിയില്ല. 1. പിന്നെ ഹാജിമാരെ തീരുമാനിക്കുന്ന ദിവസമാണത്. ബഹുമാനപ്പെട്ട യുക്തബുൽ ഹാജു. ആരാണ് ഹാജി? അന്ന് ആണ് എഴുതി വെക്കും, എഴുതിയിട്ട് മലായിക്കത്തിനെ ഏൽപ്പിക്കും. അയാൾക്ക് സത്യത്തിൽ അക്കൊല്ലം ഹജ്ജിന് പോകാനുള്ള ഉദ്ദേശവും താല്പര്യമോ ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ലൈലത്തുൽ ബറായിലാണ് പേര് ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ആര്? അല്ലാഹു തആല. അത് അറഫാ ദിവസത്തിന് മുമ്പ് അയാളെ എവിടെ എത്തിയിരിക്കും? ഹജ്ജിനെത്തിയിരിക്കും. എന്റെ ആ കൊല്ലത്തെ ലൈലത്തുൽ ബറായിൽ ഇയാളെ ലിസ്റ്റ് പോയിട്ടുണ്ട് എന്ന്. അതുകൊണ്ടാണ് അതാണ് ഹക്കീം എന്ന് പറയുന്നതിന്റെ വ്യാഖ്യാനം. അത് ലൈലത്തുൽ ബറാഅയാണ്. ആരാണ് പറയുന്നത്? യത്തലിഉല്ലാഹു ഫീ ലൈലത്തുൽ നിസ്ഫി മിൻ ശഅബാൻ ഫയഖുൽ ജമീഅ ഖൽഖിഹി ഇല്ലാ ലിമുശ്രിക്കീൻ ഔ മുദമ്മിൻ ഖൈൻദിൻ ഔ ആഖിൽ വാലിദൈനി ഔ ഖാത്തി റഹ്മീൻ. ബർക്കല്ലാത്തവർക്കൊക്കെ അല്ലാഹു തആല ആ രാത്രി കൽബ് ഗോത്രക്കാരുടെ ആടിന്റെ രോമത്തിന്റെ എണ്ണത്തിനേക്കാൾ കൂടുതൽ ആളുകൾ ആ രാത്രി ആളുകൾക്ക് അല്ലാഹു തആല പുറത്തു കൊടുക്കും. ആയിരക്കണക്കിന് തെളിവുണ്ട്, സമയമില്ല. ബഹുമാനപ്പെട്ട ഇസ്മായിൽ ഹഖിൽ ബറൂസമി തങ്ങളുടെ റൂഹുൽ ബയാനാണ് ഇത്. അവരും പറയുന്നുണ്ട്. ഇത് ഞാൻ നിങ്ങൾ വായിക്കണില്ല, ഞാൻ നിങ്ങളോട് പറയട്ടെ. ഈ വിഷയത്തിൽ ഒരു 4 ഡസൻ തഫ്സീർ ഈ ഒരാഴ്ചക്കുള്ളിൽ ഞാൻ നോക്കിയിട്ടുണ്ട്. ഈ ആഴ്ചകളിൽ നോക്കിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ സഹായത്താൽ ഞാൻ എന്റെ ആവശ്യത്തിന് വേണ്ടി തഫ്സീറുകൾ, ലോകത്ത് ഇറങ്ങുന്ന തഫ്സീറുകളെല്ലാം ഇന്ന് കിട്ടാവുന്നിടത്തോളം വാങ്ങി സൂക്ഷിച്ചിട്ടുണ്ട്. ഇനിയും സൂക്ഷിക്കാനുള്ള പരിപാടിയുണ്ട്. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇതെല്ലാം നോക്കിയിട്ടുണ്ട്. പ്രാമാണികനായ ബഹുമാനപ്പെട്ട ഇമാം റാസി തങ്ങൾ തഫ്സീറുൽ കബീറിൽ ഇതേ വീക്ഷണം പറയുന്നുണ്ട്. ലൈലത്തുൽ ബറാഅയുമാകാം
ലൈലത്തുൽ ഖദ്റുമാകാം. ഇനി രണ്ടായാലും വിരോധമില്ല, രണ്ടിനും അതിന്റെ പ്രാധാന്യങ്ങൾ ഉണ്ട്. ഇമാം റാസി തഫ്സീറുൽ കബീറിലെ ബഹുമാനപ്പെട്ട ഇമാം സ്വാവി റളിയല്ലാഹു അൻഹു തന്റെ ഹാശിയത്ത് സ്വാവിയിലെ ഇവിടെയൊക്കെ ഈ മഹത്തുക്കൾ ഇത് തന്നെ വിശദീകരിക്കുന്നുണ്ട്. എല്ലാവരും പറയുന്നുണ്ട്, അതിനൊരുപാട് പേരുകൾ ഉണ്ട്. നേതാവായ പ്രാമാണികരായ ഒരു മഹാസംഘം ആളുകളും എന്ത് പറഞ്ഞിട്ടുണ്ട്? ഇതിന് ഇന്നാലിന് പ്രാധാന്യമുണ്ട്, അത് ലൈലത്തുൽ ബറാഅയാണ് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഇവിടെ വേറൊരു ഗുണമുണ്ട്. എന്താ ഗുണം എന്നറിയോ? ഒരു വിഷയത്തിൽ പണ്ഡിതന്മാർ പല അഭിപ്രായം പറഞ്ഞാൽ ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യ. എന്തുകൊണ്ട്? അള്ളാഹു ചോദിക്കും, നീ സങ്കല്പിച്ചോ, നീ ലൈലത്തുൽ ബറാഅ, ഞാൻ ബിദഅത്തിന്റെ കക്ഷികളോടെ പറയുന്നത്, ഈ ലൈലത്തുൽ ബറാഅയിൽ നീ എന്തിനു ഇബാദത്ത് എടുത്തു എന്ന് റബ്ബ് ചോദിക്കാന്നുള്ളത് ഉണ്ടാവില്ല. എന്തുകൊണ്ട് ഉണ്ടാവില്ല? നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ അഹ്ലുൽ ദിക്ർ പറഞ്ഞാൽ നിങ്ങൾ സ്വീകരിക്കണം എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ആരാ അഹ്ലുൽ ദിക്ർ? ആരാണ് അഹ്ലുൽ ദിക്ർ? അല്ലദീന അൻഅംത അലൈഹിം എന്ന വിഭാഗത്തിൽപ്പെട്ട ഖാശിഈങ്ങളായ ഖായിഫീങ്ങളായ ഉലമാ. അതിൽ വഹാബികൾ പെടൂല. എന്തുകൊണ്ട്? അവരെ അഖീദ പഴിച്ചു. സുലൂക്കും സീറയും ഖുലുഖും അഖീദയും കർമ്മവും ഇൽമും അമലും എല്ലാം കൃത്യമാക്കിയ മഹാന്മാരാണ്. ആര്? ലൈലത്തുൽ ബറാഅയെ പറ്റി ഒരു ചോദ്യം റബ്ബ് ചോദിക്കൂല. എന്തുകൊണ്ട് ചോദിക്കൂല? ഉലമാ പറഞ്ഞാൽ സ്വീകരിക്കേണ്ട ബാധ്യത ആർക്കുണ്ട്? ഉമ്മത്തിനുണ്ട്. ഇത്തരം കാര്യങ്ങൾ നമുക്കറിയൂല. ആര് പറഞ്ഞത് സ്വീകരിക്കണം? ഉലമാ പറഞ്ഞാൽ സ്വീകരിക്കണം. ഉലമാ രണ്ട് വീക്ഷണങ്ങൾ പറഞ്ഞാലോ രണ്ടും ഖൈറാണ്. നമുക്ക് ലൈലത്തുൽ ഖദ്റും മാത്തായ രാത്രിയാണ്, ലൈലത്തുൽ ബറാഅയും മാത്തായ രാത്രിയാണ്, രണ്ടു കൂലിയായി. പിന്നെ ലൈലത്തുൽ ഖദ്റും ലൈലത്തുൽ ബറാഅയും തമ്മിൽ വലിയൊരു വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം എന്നറിയോ? ലൈലത്തുൽ ഖദ്ർ ഹിയ മിൻ റമളാൻ മുഹദ്ദത്തും മുഅയ്യനത്തും അല്ല. എന്നാൽ ഒരു സംശയം വന്നേക്കാം. എന്തിൽ? ലൈലത്തുൽ ഖദ്റിൽ. ഈ കൊല്ലത്തെ ലൈലത്തുൽ ഖദ്ർ കിട്ടിയാവോ? ഒന്ന് മോളെ കെട്ടിച്ച വീട്ടിൽ പോയി നേരം വൈകി വന്നപ്പോഴത്തിന് തറാവീന്റെ ജമാഅത്തും പോയി. അന്ന് നേരം വൈകി. അന്ന് എങ്ങനെയൊക്കെയാണ് 20 ഒപ്പിച്ചേ ഉള്ളൂ. കാര്യമായി ദ്വാർന്നിട്ടും ഒന്നുമില്ല. പക്ഷോനെ അന്നാ ആവോ ലൈലത്തുൽ ഖദ്ർ ഉണ്ടായത് എന്നൊരു ഡൗട്ട്. ശവ്വാലും ദുൽഹജ്ജിലും ഉൽഖഅദിലും ഒക്കെ വാക്യാവുന്നല്ല, കൊല്ലങ്ങളോളം വാക്യാവും. എന്തുകൊണ്ട്? മുഅയ്യനത്തല്ല. അത് അല്ലാഹുവിന്റെ ഹിക്മത്താണ്. നേരെ മറിച്ചോ ഈ വിഷയത്തിൽ ഡൗട്ടേ ഇല്ല. ഇതെന്താണ്? ലൈലത്തുൽ നിസ്ഫി മിൻ ശഅബാൻ, ലൈലത്തുൽ നിസ്ഫി മിൻ ശഅബാൻ എന്ന വിഷയത്തിൽ തർക്കമില്ല. അതുകൊണ്ട് മുഹദ്ദറത്താണ്, മുഅയ്യനത്താണ്. അത് റഹ്മത്താണ്, വലിയ റഹ്മത്തല്ലേ. അതും വേണം, ഇതും വേണം. അൽഹംദുലില്ലാഹ്. ചിന്തിക്കണം. ഇതാണ് ഇവിടെ നശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ആലോചിക്കണം. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ബഹുമാനപ്പെട്ട അല്ലാമ അബ്ദുൽ ഹമീദ് തങ്ങൾ തന്റെ കൻസുൻ നജാഹി വസ്സുറൂരി ഫിൽ അദ്ഇയത്തിൽ മഅ്സൂറ അല്ലതി തശ്റഹു സുദൂർ എന്ന ഒരു ഗ്രന്ഥമുണ്ട് അദ്ദേഹത്തിന്. ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്നു, ഫുള്ളില റജബുൻ ഫിൽ അശ്രിൽ അവലി ലിഅജ്ലി ഫളി അവലിൻ മിൻഹു. റജബിന്റെ ആദ്യത്തെ 10 കാരണം റജബ് ശ്രേഷ്ഠമാക്കപ്പെട്ടിട്ടുണ്ട്. ഏതാ റജബിന്റെ ആദ്യത്തെ രാത്രി? ആ രാത്രിയാണ് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ നൂറാനിയത്ത് ഭൂമിയിൽ പ്രവേശിച്ചുള്ളത്. അറിയില്ലേ? അതുകൊണ്ടാണ് റജബിലെ ആദ്യത്തെ 10 സംഭവിച്ചത്, ഒന്നാം രാത്രി. അത് കാരണം റജബിന്റെ ഒന്നാം രാത്രിയാണ് അത് സംഭവിച്ചത്. അത് കാരണം ആദ്യത്തെ 10 പ്രാധാന്യമുണ്ട്. ഏതിലെ ആദ്യത്തെ 10? റജബിലെ ആദ്യത്തെ 10. ശരി. ശഅബാൻ ശ്രേഷ്ഠമാക്കപ്പെട്ടു ഫിൽ അശ്രിൽ ഔസതി, മധ്യമായ 10 കൊണ്ട്. എന്തുകൊണ്ട്? ലൈലത്തുൻ നിസ്ഫി മിൻഹു. അതിലെന്തുണ്ട്? 15 രാവുണ്ട് എന്നതുകൊണ്ട്. ഒന്നാം രാവ് കാരണം റജബിലെ ആദ്യത്തെ 10 ആദരിക്കപ്പെട്ടു. 15ാം രാവ് കാരണം ശഅബാനിലെ മധ്യത്തിലെ 10 ആദരിക്കപ്പെട്ടു. പിന്നെയോ റമളാൻ ഫിൽ അശ്രിൽ ആഖിറതി ലിഅജ്ലി ലൈലത്തുൽ ഖദ്രി. ലൈലത്തുൽ ഖദ്ർ വരുന്ന കാരണത്താൽ
റമളാനിലെ അപ്പൊ കൃത്യമായി 3 10, റജബിൽ ആദ്യത്തെ 10, ശഅബാനിൽ മറ്റത്തെ 10, റമളാനിൽ 10. 3 10 റജബിൽ ആദ്യത്തെ 10 എടുത്തു, ശഅബാനിൽ രണ്ടാമത്തെ 10 എടുത്തു, റമളാനിൽ. ഇത് നമ്മൾ ആരെങ്കിലും ഇതെല്ലാം ലോകം കണ്ട പണ്ഡിതന്മാർ രേഖപ്പെടുത്തുക. നിങ്ങൾ ചിന്തിക്ക്, ഇങ്ങനെ എത്ര 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 തെളിവുകൾ. ബഹുമാനപ്പെട്ട ഇമാം ശർവാനി റഹ്മത്തുള്ളാഹി അലൈഹി ലൈലത്തുൽ നിസ്ഫി മിൻ ശഅബാനിനെ വിശദീകരിച്ചുകൊണ്ട് ഹാഷിയത്ത് ശർവാനിയിൽ പറയുന്നുണ്ട്, വളരെ പ്രാധാന്യമായ ഒരു രാത്രിയാണത്, ഏറ്റവും പ്രധാനപ്പെട്ട രാത്രിയാണ്. മഹാനായ ഇമാം ശർവാനി റഹ്മത്തുള്ളാഹി അലൈഹി ബഹുമാനപ്പെട്ട ഇമാം മനാവി ഫൈറുൽ ഖദീറിൽ പറയുന്നുണ്ട്, എന്ത് ഖംസു ലയാലി ലാ തുറദ്ദു ഫീഹിന്ന ദഅവ. ഈ വാക്ക് മഹാനായ ഇമാം ഗസ്സാലി തങ്ങൾ പറയുന്നുണ്ട്. ഇതേ വാക്ക് 5 രാത്രികളിലെ ദുആ ഒരിക്കലും തള്ളപ്പെടുകയില്ല. ഫൈറുൽ ഖദീറിൽ ഇമാം മനാവി പറയുന്നുണ്ട്, ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട് ഇതേ വീക്ഷണം. 5 രാത്രികളെ ദുആ തള്ളപ്പെടുകയില്ല. ഏതൊക്കെ 5 രാത്രി? അവ്വലു ലൈലത്തുൽ മിൻ റജബ് 1, വലൈലത്തുൽ നിസ്ഫി മിൻ ശഅബാൻ 2, വലൈലത്തുൽ ജുമുഅ 3, വലൈലത്തുൽ ഈദുൽ ഫിത്ർ 4, വലൈലത്തുൽ ഈദുൽ അദ്ഹ 5. 5 രാത്രികൾ ദുആ തള്ളപ്പെടുകയില്ല. ഈ വിഷയത്തിൽ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു ഒരു ഹദീസിനെ കൂടി കൊണ്ടുവരുന്നുണ്ട്, മൻ അഹ്യൽ ലയാലിൽ ഖംസ വജബത് ലഹുൽ ജന്ന. 5 രാത്രി ഹയാത്താക്കിയാൽ സ്വർഗ്ഗം. ഏതൊക്കെ? 1 റജബിലെ ആദ്യത്തെ രാത്രി, 2 ശഅബാനിലെ 15-ാം രാത്രി, പിന്നെ വെള്ളിയാഴ്ച രാത്രി, പിന്നെ ചെറിയ പെരുന്നാൾ രാത്രി, പിന്നെ വലിയ പെരുന്നാൾ രാത്രി. മൻ അഹ്യൽ ലയാലിൽ ഖംസ, 5 രാത്രികളെ ഹയാത്താക്കിയാൽ വജബത് ലഹുൽ ജന്ന, സ്വർഗ്ഗം വാജിബാണ്. ആരാ പറയുന്നത്? ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു. ചിന്തിക്കണം, നമ്മൾ ചിന്തിച്ചുകൊണ്ട് ഇവര് നന്നാവില്ല, നമ്മളെങ്കിലും നന്നാകാൻ നോക്കുക. അവരേതാ നന്നാകാൻ തീരുമാനിച്ചിട്ടുണ്ടാവില്ല. നിഹായയിൽ ഇമാം റംലി റഹ്മത്തുള്ളാഹി അലൈഹി എന്ത് പറയുന്നു? ചിന്തിക്കണം. വയുസ്തഹബ്ബു ഇഹ്യാഉ ലൈലത്തൽ ഈദ് ബിൽ ഇബാദ വദ്ദുആ ഫീഹിമാ വഫീ ലൈലത്തുൽ ജുമുഅ വലൈലത്തൈ അവ്വലി റജബിൻ വനിസ്ഫി മിൻ ശഅബാൻ. 5 രാത്രിയെ ഇബാദത്ത് കൊണ്ട് ഹയാത്താക്കൽ അത്യാവശ്യമാണ്, സുന്നത്താണ്. 1 ചെറിയ പെരുന്നാൾ രാവ്, 2 വലിയ പെരുന്നാൾ രാവ്, 3 ജുമുഅ രാത്രി, 4 റജബിന്റെ ആദ്യത്തെ രാത്രി, പിന്നെ ശഅബാനിന്റെ നിഹായ 2-ാം പള്ളിയം. ആരാ പറയുന്നത്? ലോകത്തെ പ്രാമാണിക ഫഖീഹായ മഹാനായ ഇമാം റംലി റഹ്മത്തുള്ളാഹി അലൈഹി. അല്ലാഹു തആല നമുക്ക് നാഫിഅ ഇൽമിനെ തരട്ടെ. ഉന്നത താലിബുൽ ഹഖ്, ബഹുമാനപ്പെട്ട ആരുടെ കിതാബ? ഉന്നത താലിബ് ത്വരീഖുൽ ഹഖ്. ആരുടെ കിതാബ? ഔദുൽ ആലം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ എന്ത് പറയുന്നു നോക്കാം. ബഹുമാനപ്പെട്ടവർ പറയാ, ഒരു കൊല്ലത്തിൽ 14 രാത്രികൾ ഹയാത്താക്കൽ അത്യാവശ്യമാണ്. ഏതൊക്കെ? അവ്വലു ലൈലത്തുൽ മിൻ ശഹ്രിൽ മുഹറം, മുഹറമിലെ ആദ്യത്തെ രാത്രി, വലൈലത്തു ആശുറാ, ആശുറാ രാത്രി, അവ്വലു ലൈലത്തുൽ മിൻ ശഹ്രിൽ റജബ്, റജബിലെ ആദ്യത്തെ രാത്രി, വലൈലത്തുൽ നിസ്ഫി മിൻ ശഅബാൻ. മനസ്സിലായില്ലേ? വലൈലത്തുൽ നിസ്ഫി മിൻഹു, റജബിലെ തന്നെ 15-ാം രാവ്, വലൈലത്തു 27 മിൻഹു, റജബിലെ 25-ാം രാവ്, വലൈലത്തുൽ നിസ്ഫി മിൻ ശഅബാൻ, ശഅബാൻ 15-ാം രാവ്, വലൈലത്തു അറഫ, അറഫ രാവ്, വലൈലത്തുൽ ഈദൈൻ 2 പെരുന്നാൾ രാവ് എന്ന്. പിന്നെ പരിശുദ്ധ റമളാനിലെ 6 രാത്രികള്, ഇതെല്ലാം ഹയാത്താക്കൽ അത്യാവശ്യമാണ്. ആരാ പറയുന്നത്? അശ്ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു. ചെയ്യേണ്ട ചില കാര്യം കൂടി ഞാൻ പറയാം. വിഷയം കുറച്ചിട്ട് ചെയ്യേണ്ട ചില കാര്യം കൂടി പറയാം. അതും കൂടി പറഞ്ഞാല് തിലക്ക് ശരിക്കത് കേറൂ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇത് ഇത്രയൊന്നും അല്ല കേട്ടാ, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇതിലൊരു 4 ഡസൻ കിതാബ് ഞാൻ നോക്കിയിട്ടുണ്ടെന്ന് വെറുതെ പറഞ്ഞല്ല. 1 കിതാബിന്റെ കയ്യിലുണ്ട്, എല്ലാം നോക്കിയിട്ടുണ്ട് അള്ളാഹുവിന്റെ സഹായത്താൽ. ഇതിൽ ബറാഅത്തിനെ നിഷേധിക്കുന്ന ഒരു മുഫസ്സിറിനെ ഞാൻ കണ്ടിട്ടില്ല. ബറാഅത്തിനെ നിഷേധിക്കുന്ന ഒരു മുഫസ്സിറിനെ ഞാൻ കണ്ടിട്ടില്ല. ബറാഅത്തിനെ എത്രത്തോളം എന്ന് പറഞ്ഞാൽ, ബറാഅത്ത് രാത്രിക്ക് പ്രാധാന്യമുണ്ടെന്ന് ഇബ്നു തൈമിയയുടെ ഫത്താവ ഇബ്നു തൈമിയ. ഇബ്നു തൈമിയോട് ചോദിക്കപ്പെട്ടു ലൈലത്തുൽ ബറാഇലെ അമലിനെ കുറിച്ച്. അപ്പോൾ പറഞ്ഞു അതിന് പ്രത്യേക ശറഫുള്ളതാണ്. ആ ശറഫ് പരിഗണിച്ച ഒരാൾ ഇബാദത്ത് ചെയ്താൽ അവന് കൂലി ലഭിക്കുന്നതാണ്.
മുൻഗാമികളായ ആളുകൾ അതിനെ പ്രത്യേകമായി പരിഗണിച്ച് അമൽ ചെയ്യാറുള്ളതാണ് എന്ന് ഷാബാൻ ആരുടെ ഫത്വ? ഇബ്നു തൈമിയ്യ ഫതാവ ലോകത്തിൽ ലഭ്യമാണ്. ചില വിഷയങ്ങളിലൊക്കെ ഖിലാഫ് എന്ന് അവിടെ 100 റക്അത്ത് നിസ്കാരമുണ്ടോ? ഇതിലൊക്കെ പണ്ഡിതന്മാർക്ക് വിവിധങ്ങളായ വിഷയമുണ്ട്. എന്തിൽ അഭിപ്രായക്കേടില്ല. ആ രാത്രി ഇബാദത്ത് കൊണ്ട് ഹയാത്താക്കണം എന്ന കാര്യത്തിൽ സലഫിലോ ഖലഫിലോ ഉള്ള ഒരു ആലിമിന് തർക്കമേ ഇല്ല. അപ്പൊ ഇവിടെയാണ് ശരിക്കും മനസ്സിലാക്കേണ്ടത്. വിഡ്ഢികളുടെ കൂട്ടത്തിൽ കൂടി ബുദ്ധി നശിപ്പിച്ച് കളയരുത്. ഞാന് വിഷയം ചുരുക്കിയിട്ട് ഇനി ചെയ്യേണ്ട അമലുകൾ പറയാം. നിങ്ങൾ പേടിക്കൊള്ളു വേണ്ട. കിതാബുകൾ ഇൻഷാ അല്ലാഹ് അള്ളാഹിന്റെ സഹായത്താൽ ഇന്ന് ലോകത്തിൽ ലഭ്യമാണ്. ഇഷ്ടംപോലെ കിതാബ് ഉണ്ട്, പല നാടുകളിലും ഉണ്ട്, പല കുത്തുബുഖാനകളിലും ഉണ്ട്. എല്ലാം ഞാനിത് പറഞ്ഞ സത്യമാണ്. സലഫിലോ ഖലഫിലോ പെട്ട ഒരു ഇമാം, ഒരു മുഫസ്സിർ, ലൈലത്തുൽ ഖദറിനെ നിഷേധിച്ച ഒരു മുഫസ്സിറിനെ എന്റെ ആയുസ്സിൽ കണ്ടിട്ടേ ഇല്ല. ഈ കേരളത്തിലെ 10 മൗലവിമാരല്ലാതെ അവരല്ല. അവരെന്തിനു വന്നതാ? വെട്ടിച്ചുരുക്കാൻ വന്നതാ. ഒക്കെ വെട്ടിച്ചുരുക്കാം. എല്ലാം വെട്ടി, അതും വെട്ടി, ഇതും വെട്ടി, ഒക്കെ വെട്ടി. എല്ലാം വെട്ടുന്ന പണിയാ. ഒക്കെ വെട്ടി, എല്ലാം വെട്ടി. ദ്വാ വേണ്ട. ഒരു കാലത്ത് പ്രസംഗിച്ചിരുന്നത് നിസ്കാരശേഷം ദ്വാ വേണ്ട, കാരണം നിസ്കാരം തന്നെ നമ്മളാളുകൾ ആലോചിച്ച് കുറച്ച ശരിയല്ലേ? അസ്സലാത്തു അദ്വാഉ. ഓഹോ, അക്കാലത്തെ വലിയ ഗൗരവമായ പഠനം അങ്ങനെയാ. നിസ്കാരം തന്നെ ദുആയത്തിന് കാരണത്താൽ നിസ്കാരത്തിന് ശേഷം പിന്നെ ചൂടുള്ള പാറപ്പുറത്തുനിന്ന് ചാടും പോലെ നബി ഓടിപ്പോയി. എന്തൊക്കെയാ പറഞ്ഞിരുന്നത്? പിന്നെ സമ്മതിച്ചു. എന്ത്? ഓരോരുത്തർക്കും വ്യക്തിപരമായി എല്ലാം അങ്ങനെയാ. എല്ലാം വെട്ട. അഹ്ലുബൈത്തില്ല എന്ന പ്രഭാഷണങ്ങളൊക്കെ പുസ്തകങ്ങൾ എന്റെ കുട്ടിക്കാലത്ത് ഇറങ്ങിന് കൈ നടക്കൂല. ഇപ്പോൾ അഹ്ലുബൈത്ത് ഉണ്ടാകുന്നതിൽ വിരോധമില്ല. അങ്ങനെയാ. കാരണം അവരെ കൊണ്ട് നമുക്ക് ചില ലാഭങ്ങളൊക്കെ ഉണ്ടല്ലോ. നമ്മൾ എന്ത് വഹാബിയാണെങ്കിലും നമ്മളെ വോട്ട് ചെയ്ത് ജയിപ്പിക്കണമെങ്കിൽ ഇവര് പറയണല്ലോ എന്നതുകൊണ്ടൊക്കെ ആകാം, അങ്ങനെയുമാകാം. അതായാലും എന്താണെന്നറിയില്ല. നബി കുടുംബം തന്നെയല്ല, ഒക്കെ കർബലയിൽ മരിച്ചുപോയി. എന്തിനാ നബി കുടുംബത്തിനെ കർബലയിൽ മരിപ്പിച്ച? എന്തിനാ കർബലയിൽ മരിപ്പിച്ച? എന്തിനാ നബി കുടുംബത്തിനെ? എന്തായിരുന്നു അവരുടെ ലക്ഷ്യം? ജൂതന്മാരാൽ പ്രേരിപ്പിക്കപ്പെട്ട ആളുകളായിരുന്നു അവർ. ആര്? ഈ യസീദിന്റെ പട്ടാളം, ആ ജനതയും. എന്തായിരുന്നു ലക്ഷ്യം? നബി കുടുംബം നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ ഉമ്മത്ത് മുസ്ലിമത്തിന് നേതാക്കൾ ഉണ്ടാവൂല. നാഥനില്ലാത്ത പട, നായിപ്പട. ഇത് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ വഹാബികൾ വന്നത്. അഹ്ലുബൈത്തില്ല. അപ്പൊ എല്ലാം വെട്ടാൻ വേണ്ടിയാണ് അവർ വന്നത്. അവരെ നമ്മൾ പരിഗണിക്കാൻ. അവരെ പരിഗണിച്ചാൽ ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടു. എന്തുകൊണ്ട്? അവരുടെ നേതാവ് അത്രയും മോശപ്പെട്ട ആളാണ്. എത്ര മോശപ്പെട്ട ആളാണ് എന്ന് ഞാൻ പിന്നീട് പറയാം. അത് ഞാൻ പറഞ്ഞാൽ കേൾക്കാൻ സുഖം ഉണ്ടാവില്ല എന്നതാണ് കാരണം. മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് വളരെ മോശപ്പെട്ട ആളാണ്. വളരെ മോശപ്പെട്ടവരാണ്. അയാളെ പിൻപറ്റിയാൽ ദുനിയാവാഹം നഷ്ടപ്പെട്ടു. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. എന്താണ് ചെയ്യേണ്ട അമലുകൾ? ആ ദിവസം ഇസ്തിഗ്ഫാർ. ബഹുമാനപ്പെട്ട മഹാനായ ഇമാം ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു ഫതാവൽ കുബ്രയിൽ ഏകദേശ കാര്യങ്ങൾ വിശദീകരിച്ച് പറയുന്നുണ്ട്. വൽ ഹാസിലു അന്നലി ഹാദിഹി ലൈല ഫളലൻ വഅന്നഹു യഖൗ ഫീഹാ മഗ്ഫിറത്തുൻ മഖ്സൂസ വസ്തിജാബത്തുൻ മഖ്സൂസ ومن ثم قال الشافعي ان الدعاء يستجاب فيها. ആര് പറഞ്ഞിരിക്ക? ഇമാം ഷാഫിഈ എന്നീ ഇബ്നു ഹജർ തങ്ങൾ ഉമ്മിൽ നിന്നാ വായിക്കുന്നത്. ഉമ്മിനെ ഉദ്ധരിക്കുകയാണ്. ആര്? ഫതാവ. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങൾ പറയാണ് എന്ത്? വൽ ഹാസിലു. ഹാസിൽ പറഞ്ഞാൽ അന്നലി ഹാദിഹി ലൈല ഫളലൻ. ഈ രാത്രിക്ക് പ്രത്യേകത ഉണ്ട്. വഅന്നഹു യഖഉ ഫീഹാ. അതിൽ സംഭവിക്കും മഗ്ഫിറത്തുൻ മഖ്സൂസ. പ്രത്യേകമാക്കപ്പെട്ട മഗ്ഫിറത്ത്. വസ്തിജാബത്തുൻ മഖ്സൂസ. പ്രത്യേകമാക്കപ്പെട്ട ഇജാബത്ത്. വമിൻ സമ്മ. അതുകൊണ്ടായിരിക്കാം, പ്രത്യേകത ഉള്ളത് കൊണ്ടും പ്രത്യേക ദുആക്ക് ഇജാബത്ത് കൊണ്ടും ആയിരിക്കാം. ഖാല ശാഫിഈ. ശാഫിഈ റളിയല്ലാഹു അൻഹു തങ്ങൾ ബഹുമാനപ്പെട്ടവർ പറഞ്ഞതായി ഉമ്മിൽ കാണാം. ഇന്ന ദുആ യുസ്തജാബു ഫീഹാ. ലൈലത്തുൽ ബറായിലെ രാത്രിക്ക് ദുആകൾക്ക് ഉത്തരമുണ്ട്. വഇന്നമൻ നിസാഉ
പണ്ഡിതന്മാർക്കിടയിൽ തർക്കം നടന്നത് ഫി സ്വലാത്തിൽ മഖ്സൂസത്തി ലൈലതഹാ, ലൈലത്തുൽ നിസ്ഫി മിൻ ശഅബാനിൽ 100 റക്അത്ത് നിസ്കാരം ഉണ്ടോ ഇല്ലയോ എന്ന വിഷയത്തിലെ പണ്ഡിതന്മാർക്കിടയിൽ തർക്കം നടന്നിട്ടുള്ളൂ. അതിന്റെ ഫളിൽ തർക്കമേ ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞതല്ല ഇവിടെ പറഞ്ഞു, ഇബ്നു ഹജർ തങ്ങളാണ് ഞങ്ങളോട് പറഞ്ഞു, നിന്റെ ആയുസ് ഞാൻ കണ്ടിട്ടില്ല, തർക്കിച്ച അതിന് ഫളിലില്ലാന്ന് പറഞ്ഞ ഒരാളെ ഞാൻ കണ്ടിട്ടേ വരാത്തരാവ് എന്ന് നോട്ടീസ് അടിച്ച ഒരു ഇമാം ലോകത്ത് ഉണ്ടായിട്ടില്ല. ഈ ഒന്നരക്കാലന്മാരായ വഹാബികളല്ലാതെ മുൻകാലത്ത് ഒരാളുണ്ടായിട്ടില്ല. തർക്കം നിസ്കാരത്തിലാണ്, ആ രാത്രിയിൽ പ്രത്യേകമാണ് എന്ന് പറയുന്ന നിസ്കാരത്തിന്റെ കാര്യത്തിൽ മാത്രമേ തർക്കമുള്ളൂ. ആ രാത്രി ദുആക്ക് ഇജാബത്തുണ്ടെന്നോ യാസീൻ ഓതണമെന്നോ ഇതിലൊന്നും മുസ്ലിം സമുദായത്തിന് എന്തില്ല, തർക്കമില്ല. ഈ വിഷയം പറയാ, അല്ലാഹു തൗഫീഖ് തരട്ടെ. അന്ന് ഇസ്തിഗ്ഫാർ നടക്കും എന്നത് കൊണ്ട് ലൈലത്തുൽ ഖദ്റിൽ ചെല്ലേണ്ട ഇസ്തിഗ്ഫാറിന്റെ വാക്ക് ചൊല്ലൽ നല്ലതാണെന്ന് അനവധി ഇമാമിങ്ങൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഏതാണത്? اللهم إنك عفو كريم تحب العفو فاعف عني. اللهم إنك عفو كريم تحب العفو فاعف عني. اللهم إنك عفو كريم تحب العفو فاعف عني. ഒരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നുണ്ട് ഇത് 14ന്റെ അസ്ർ മുതലേ ആരംഭിക്കണം. ഏത്? اللهم إنك عفو كريم تحب العفو فاعف عني. അല്ലാഹുവേ, നീ ഏറെ ഔദാര്യവാനാണ്, നീ ഏറെ മാപ്പാക്കുന്നവനാണ്. തുഹിബ്ബുൽ അഫ്വ, മാപ്പാക്കൽ നിനക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് ഫഅഫു അന്നി, എനിക്ക് നീ മാപ്പാക്കണം. അല്ലാഹു മാപ്പ് തരട്ടെ. പിന്നെ അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയ വൽ മുആഫാത ദായിമ ഫിദ്ദീനി വദ്ദുനിയ വൽ ആഖിറ എന്ന് ഏതുപോലെ ലൈലത്തുൽ ഖദ്റിൽ ചെല്ലേണ്ട ഇസ്തിഗ്ഫാർ അഫ്വിന് വേണ്ടിയുള്ള എല്ലാ വാക്കുകളും എന്നും ചൊല്ലാം. ലൈലത്തുൽ നിസ്ഫി മിൻ ശഅബാൻ ശ്രദ്ധിക്കണം. പിന്നെയോ ബഹുമാനപ്പെട്ട സയ്യിദ്നാ ആദം അലൈഹിസ്സലാം, മഹാനായ സയ്യിദ്നാ ആദം അലൈഹിസ്സലാം ഭൂമിയിൽ ഇറങ്ങിയപ്പോൾ ചെയ്തൊരു ദുആ ഉണ്ട്, റിക്കാർഡുകളിലൊക്കെ കാണാം, നോക്കിയാൽ മതി. നീ ഇല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് കിട്ടും, നീ ഇല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് അത് ഞാൻ പിന്നെ അതിന്റെ 2 ദിവസം 3 ദിവസം മുമ്പ് അതിന്റെ മഖ്സൂസായ ചില അമലുകൾ ഖുർആൻ ഷരീഫിന്റെ സൈറ്റിൽ എഴുതി നെറ്റിൽ കൊടുക്കണം എന്നുണ്ട്. ഇൻഷാ അല്ലാഹ് തൗഫീഖ് തരട്ടെ. അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടും, പേടിക്കൊന്നും വേണ്ട. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഭൂമിയിൽ ഇറങ്ങി, എന്നിട്ട് അവർ എന്ത് ചെയ്തു? നേരെ എങ്ങോട്ട് പോയി? കഅബാലയത്തിലേക്ക് പോയി. എന്നിട്ട് കഅബാലയത്തെ തവാഫ് ചെയ്തു, 7 തവാഫ് ചെയ്തു. പിന്നെ അവിടെ ബഹുമാനപ്പെട്ട അവിടെ അത് പൂർത്തിയായി എടുത്ത് വെച്ചിട്ട് ബഹുമാനപ്പെട്ടവർ ഇന്നത്തെ മഖാം ഇബ്രാഹിം നിൽക്കുന്ന സ്ഥലത്ത് വെച്ചിട്ട് നിസ്കരിച്ചത് കൊണ്ടാണ് ഇപ്പോൾ തവാഫ് അവസാനിച്ചാൽ നമുക്ക് എന്തുണ്ട് നിസ്കാരം ഉണ്ടായത്. അവിടെ തവാഫ് കഴിഞ്ഞിട്ട് ആദ്യം നിസ്കരിച്ച ആളാരാ? നബിയുല്ലാഹി ആദം. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ ദുആ ചെയ്ത ദുആ ലൈലത്തുൽ നിസ്ഫി മിൻ ശഅബാനിൽ നല്ലതാണ്. അതേതാ ദുആ? അല്ലാഹുമ്മ ഇന്നക തഅലമു സിർരി വഅലാനിയതി ഫഖ്ബൽ മഅ്ദിറതി വതഅലമു ഹാജതി ഫഅത്നി സുഅലി വതഅലമു മാ ഫീ നഫ്സി ഫഗ്ഫിർ ലി ذنبي اللهم اني اسالك ايمانا يباشر قلبي ويقينا صادقا حتى اعلم انه لا يصيبني الا ما كتبت لي ورضني بقضائك തുടങ്ങിയ ഒരു ദുആയുണ്ട്. ആ ദുആ അതാണ് ആ മുഹദ്ദദായ ആ മുഅയ്യനായ ദുആ. ഫഅവഹല്ലാഹു ഇലൈഹി. ഈ ദുആ ചെയ്തപ്പോൾ, ഇത് ലൈലത്തുൽ നിസ്ഫി മിൻ ശഅബാൻ ചെയ്യേണ്ട ദുആയാണ്. ഈ ദുആ ചെയ്തപ്പോൾ അല്ലാഹു തആല വഹി അറിയിച്ചു, യാ ആദമേ ഖദ് ദഅഉതനി, നിങ്ങൾ എന്നോട് ദുആ ചെയ്തിട്ട് ദുആയി ഒരു ദുആ കൊണ്ട് ഫസ്തജബ്തു ലക ഫീഹി, ആ ദുആയിൽ നിങ്ങൾക്ക് ഞാൻ ഉത്തരം തന്നിട്ടുണ്ട്. വലൻ യദുഅ ബിഹി അഹദുൻ മിൻ ദുരിയതിക മിൻ ബഅദിക ഇല്ല ഇസ്തജബ്തു ലഹു.
നിങ്ങൾക്ക് ശേഷം നിങ്ങളുടെ പുത്ര പരമ്പരയിൽപ്പെട്ട മക്കളുടെ പരമ്പരയിൽപ്പെട്ട ഏതൊരാൾ ഇപ്പോൾ നിങ്ങൾ മത്താഫിൽ വെച്ച് ചെയ്ത ആ ദുആ എന്നോട് ദുആ ചെയ്യുകയാണെങ്കിലും ഞാൻ അവർക്ക് ഉത്തരം കൊടുക്കും എന്ന് അള്ളാഹു വഹി അറിയിച്ചു. ആർക്ക്? ആദം നബി അലൈഹിസ്സലാം. കിതാബുകളിൽ ഇത് കാണാം. ഇമാം ത്വബ്രാനി മുഅ്ജമുൽ കബീറിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആര്? ഇമാം ത്വബ്രാനി തങ്ങള്. വേറെയും ആളുകളുണ്ട് ഇതാ ദിവസം നല്ലതാണ്, ഏടുകളിലൊക്കെ ഉണ്ട്. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ബഹുമാനപ്പെട്ട മുല്ലാ അലിയുൽ ഖാരി തങ്ങളുടെ വ്യാഖ്യാനം ഉണ്ട്. ദുആ അല്ലാഹുമ്മ ഇന്ന കതബ്തനാ അഷ്ഖിയാ ഫംഹു വക്തുബ്നാ സുഅദാ وإن كنت كتبنا سعداء فأثبتنا فإنك تمحو ما تشاء وتثبت عندك أم الكتاب. എന്ന് ഈ ദുആയും പ്രധാനമാണ്. ലൈലത്തുൽ നിസ്ഫി ശഅബാൻ എന്നിട്ടുമില്ല. ഇനി പിന്നെ എന്താ ചെയ്യേണ്ടത്? വയഖറ സൂറത്ത് യാസീൻ മുതവാലിയാത്തിൻ 3 മററാത്തിൻ മുതവാലിയാത്തിൻ. തുടരെ 3 യാസീൻ ഓതുക. എന്തിനെല്ലാം? ശ്രദ്ധിക്കുക. ഹാഫിദ് ദിമ്യാത്തി റളിയല്ലാഹു അൻഹു പറയുന്നു എന്തിനെല്ലാം എന്ന്. നിഹായത്തുൽ അമൽ എന്ന തന്റെ ഗ്രന്ഥത്തിൽ ഇമാം ദിമ്യാത്തി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു അൽ ഊലാ ബിനിയത്തി തൂലിൽ ഉംരി. അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി ദീർഘായുസ് കിട്ടാൻ വേണ്ടി ആദ്യത്തെ യാസീൻ. 2 ബിനിയത്തി ദഫ്ഇൽ ബലാഇ, എല്ലാ ആപത്ത് മുസീബത്തിനെയും തടഞ്ഞു പോകാൻ. 3 ബിനിയത്തിൽ ഇസ്തിഗ്നാഇ അനിൻ നാസി, ജനങ്ങളിലേക്ക് കൈനീട്ടാതെ ജീവിക്കാൻ. അപ്പൊ 3 കാര്യം ലൈലത്തുൽ ബറാഅയിൽ ചെയ്യേണ്ട യാസീൻ 3 എന്തൊക്കെ? 1 ആയുസ് നീളാന്ന് പറഞ്ഞ പോരട്ടാ, അവിടെ ഒരു വാക്ക് കൂട്ടണം. അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി ആയുസ് കൂട്ടണം. അതിന് അള്ളാഹു തൗഫീഖ് തരട്ടെ. അതെന്തിനാ? ഇബാദത്തിന് വേണ്ടിയും താഅത്തിന് വേണ്ടിയും. അള്ളാഹുവേ നമുക്ക് തൗഫീഖ് തരട്ടെ. അള്ളാഹുവേ നിന്റെ താഅത്തിലായി ഞങ്ങൾക്ക് ആയുസിനെ തരണമേ റബ്ബേ, നിന്റെ താഅത്തിലായി ആയുസ് തരണമേ റബ്ബേ. അതുകൊണ്ടാണ് എന്ത് എന്ന് പറഞ്ഞല്ലോ. അള്ളാഹു തആല ഫിത്ന വരുന്നതിന് മുമ്പ് നമ്മൾ മരിപ്പിക്കട്ടെ. അപ്പൊ ജീവിക്കണ എന്തിനാ? താഅത്തിലായി ദീർഘായുസ് കിട്ടാൻ. 1. 2 ആപത്ത് മുസീബത്തിനെ തടഞ്ഞു പോകാൻ. 3 ഇസ്തിഗ്നാഉൻ അനിൻ നാസി വഫ്തിഖാറുൻ ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് ഫഖീറായ ജനങ്ങളെ തൊട്ട് പണിയാ. നമ്മക്ക് വേണ്ട അള്ളാഹ് നമ്മക്ക് തന്നെ തരുന്നുണ്ട്. ഒരാൾക്ക് കൈ നീട്ടി ഇറക്കേണ്ട ആവശ്യമില്ല. അള്ളാഹു നമുക്ക് കാത്തു രക്ഷിക്കട്ടെ. അള്ളാഹുവെ കാക്കണമേ റബ്ബേ. അല്ലാഹുവേ ജനങ്ങളെ തൊട്ട് ഞങ്ങളെ ഗനിയാക്കണമേ റബ്ബേ, നിന്നിലേക്ക് ഞങ്ങളെ ഫക്കീറാക്കണമേ റബ്ബേ. അല്ലാഹുവേ നിന്നിലേക്ക് ഞങ്ങളെ ഫക്കീറാക്കണമേ റബ്ബേ. അപ്പോഴേ നമ്മുടെ ഈമാൻ നിലനിൽക്കുള്ളൂ. അല്ലാഹുവിലേക്ക് നമ്മൾ ഫക്കീറാവണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹുവിലേക്ക് ഗനിയാകരുത്. അല്ലാഹുവിലേക്ക് ഗനിയായാൽ ഖാറൂന അല്ലാഹു തആല നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അപ്പൊ ഇതന്നെ 3 കാര്യങ്ങൾ. അതിനു വേണ്ടിയാണ് 3 യാസീൻ. ഈ യാസീൻ എപ്പോഴാണ് ഓതേണ്ടത്? തുഖറഉ ബഅദ സ്വലാത്തിൽ മഗ്രിബി വഖബല സ്വലാത്തിൽ ഇശാ. ഇതാണ് പ്രധാന അഭിപ്രായം. ഇനിയൊരു അഭിപ്രായം കൂടി ഉണ്ട്, അത് 2 ജമ്മും ചെയ്യാം. നല്ല ഉഷാറിലാണെങ്കിൽ ഞാൻ പറയൂ. പ്രധാനപ്പെട്ട അഭിപ്രായം മഗ്രിബിയുടെയും ഇശായുടെയും ഇടയിൽ 3 യാസീൻ മുതവാലിയത്തായിട്ട്. ഇവിടെ ഓരോ യാസീനും അതിന്റെ ഫാത്തിഹ ഇഖ്ലാസ് മുഅവ്വദത്തൈനി ഓതി പ്രത്യേകം ദുആ കഴിഞ്ഞ് അടുത്ത യാസീനിൽ ആരംഭിക്കലാണ് നല്ലത്. ഇതാണ് മഹാന്മാരുടെ രീതി. ഒരു അൽ ഫാത്തിഹ, പിന്നെ ഒരു യാസീൻ ഇഖ്ലാസ് മുഅവ്വദത്തൈനി. എന്തിന്? തൂലുൽ ഉംരി ഫീ തഅത്തില്ലാ. മനസ്സിലായില്ലേ? അതവിടെ കഴിഞ്ഞു. പിന്നെ അൽ ഫാത്തിഹ, ഒരു ഫാത്തിഹ യാസീൻ. ഏതൊരു കാര്യത്തിനും നമ്മൾ ഫാത്തിഹ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. അതേപോലെ മുത്തുനബിക്ക് ദ്വാരക്കലോ പറയേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഒരാൾ നിങ്ങളോടൊരു മഹാൻ പറഞ്ഞു, നിങ്ങൾ ഇബ്രാഹിം നബിക്ക് പിന്നെ ഒരു ഖത്ത് ഓതിക്കോളി എന്ന് പറഞ്ഞാൽ എങ്ങനെ ഖത്ത് ഓതുന്നത്? മുത്തുനബിയെ കൂടാതെ ആരുണ്ടാവൂല. മുത്തുനബിയെ കൂടാതെ ആരിൽ വാസിലാവൂല? നബിയുള്ളാഹി ഇബ്രാഹിമിൽ. അത് പറയേണ്ട ആവശ്യം തന്നെ ഇല്ല. ഇബ്രാഹിം നബിക്ക് നമ്മൾ യാസീൻ ഓതിന് മുമ്പ് ഇബ്രാഹിം നബിയുടെ പേര് ഉച്ചരിക്കുന്ന മുമ്പ് ആദ്യം ആരെ പറയണം? കാരണം ഇബ്രാഹിം നബിയായി നമുക്ക് കാണിച്ച മുത്ത് മുഹമ്മദ് മുസ്തഫയാണ്. 1. 2 നമ്മുടെ മദത് ആര് വഴിയേ വരൂ? നമ്മുടെ മദത് നമുക്ക് ലഭിക്കാനുള്ള സഹായം ആര് വഴിയേ വരും?
മുത്തു മുഹമ്മദ് മുസ്തഫ എത്രത്തിൽ ഇബ്രാഹിം നബിക്ക് കിട്ടിയത് പോലും വകുല്ലു ആയിൻ അതർറുസുൽ കിറാമു ബിഹാ ഫഇന്നമ തസലത് മിൻ നൂരിഹി ബിഹിമി അവർക്ക് കിട്ടിയത് പോലും ഹബീബായ നബിയിലൂടെയാണ് മുഹമ്മദ് മുസ്തഫ. അപ്പൊ ഇങ്ങനെ ബഅദ സ്വലാത്തിൽ മഗ്രിബി വഖബില സ്വലാത്തിൽ ഇശാ ഇതാണ് ഒരു വിധം. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ദുആകൾ ഉണ്ട്. ആ ദുആകളെല്ലാം നല്ലതാണ്. പ്രത്യേകമായിട്ട് ആ ദുആകളെ പരിഗണിച്ച് ചെയ്യുക. എന്നാൽ യമനികളുടെ ഒരു ആദത്ത് കിതാബുകളിൽ കാണാം. പ്രത്യേകിച്ച് തെരീമികളുടെ ആദത്ത്. യമനിൽ പ്രധാനപ്പെട്ട നാടാണല്ലോ തെരീം. കാന യുക്രിമു അബൂബക്കറിൻ ഇദാ ജാഅഹു വാഹിദ് മിൻ തെരീം ഫയഖൂമു ലഹു വയുക്രിമുഹു വയജ്ലിസുഹു. സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പോലും ഒരു തെരീം നിവാസിയെ കണ്ടാൽ അയാളെ പിടിച്ചിരുത്തി ബഹുമാനിക്കും. ഹബീബായ റസൂലുള്ളാഹിക്ക് വലിയ ഇഷ്ടമാണ് ആരെ? തെരീമികളെ. തെരീമികൾക്ക് സ്വർഗത്തിൽ പ്രത്യേക ഏരിയ ഉണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ. തെരീമികൾക്ക് ഒരു പ്രാധാന്യം ഉണ്ട്. അഹ്ലു ബൈത്തിന്റെ ട്രാൻസ്ഫോമർ ആണ് തെരീം. എല്ലാ സാലിഹീങ്ങളും ഒരുമിച്ച് കൂടിയ നാടാണ് ഏത്? തെരീം. അതുകൊണ്ട് ഒരു വിഷയത്തിൽ തെരീമികളുടെ ആദത്ത് ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞാൽ ആ ആദത്തിനെ മുറാഅത്ത് ചെയ്തവരുണ്ട്. നമുക്ക് വേണമെങ്കിൽ പരിഗണിക്കാവുന്നതാണ്. എങ്ങനെയാണ് തെരീമികളുടെ ആദത്ത്? ബഅദൽ അസ്റാണ് അദ്ദലീലുൽ ഖവീം ഫീ ആദാതി ശൈഇൻ മിൻ അഹ്ലി ബൽദത്തി തെരീം എന്നൊരു കിതാബുണ്ട്. അദ്ദലീലുൽ ഖവീം ഫീ ദിക്രി ശൈഇൻ മിൻ ആദാതി അഹ്ലി ബൽദത്തി തെരീം. തെരീം നിവാസികൾ ചെയ്തിരുന്ന ആദത്തുകളെ കുറിച്ച് പറയുന്ന കിതാബാണ്. അതിൽ പറയുന്ന രീതിയുണ്ട്. ഇങ്ങനെയല്ല, അവരുടെ രീതി എന്താ? അങ്ങനെയെല്ലാം അല്ല, അവരിൽ വേറൊരു ശൈലിയും ഉണ്ട് എന്നതിന്റെ അർത്ഥം. അതിന്റെ അർത്ഥം അവർ മഗ്‌രിബിന് ശേഷം യാസീൻ ഓതില്ല എന്നല്ല, അവർ അസറിന് ശേഷം ഇജ്തിമാൻ യാസീൻ ഓതും. എന്താണ് ചെയ്യുക? ഫി അസ്രി യൗമിർ റാബി അശറ മിൻ ശഅബാൻ യഖ്റുജു മുഅല്ലമു റിജാലി മിൻ ശുയൂഖിൻ വകുഹൂലിൻ വശബാബിൻ ഇലാ തുർബത്തി ബശാർ ലിഹുളൂരി സിയാറത്തി സനവിയത്തിൽ ആമ്മത്തിൽ കാമിലത്തി താമ്മാ വല്ലത്തി തുബ്ദഉ മിൻ ളരീഹി സയ്യിദിൽ ഫഖീഹിൽ മുഖദ്ദം. തെരീമിലെ പിൽക്കാലഘട്ടത്തിലെ അഹ്ലുൽ ബൈത്തിന്റെ സുൽത്താനാണല്ലോ ആര്? മഹാനായ ഫഖീഹുൽ മുഖദ്ദം റഹ്മത്തുള്ളാഹി അലൈഹി. ഫഖീഹുൽ മുഖദ്ദം തങ്ങൾ എന്തിനുണ്ടല്ലോ ദിവസം നമ്മള് ഫാത്തിഹ ഫഖീഹുൽ മുഖദ്ദം തങ്ങൾക്ക് എന്തിലൂടെ അത്താത് പറഞ്ഞില്ലേ? മനസ്സിലായ പറഞ്ഞത്? അവരാദ്യം അസർ നിസ്കാരം കഴിഞ്ഞ തെരീമികൾ ശഅബാൻ 15 അസർ നിസ്കാരം കഴിഞ്ഞാൽ അവർ മഖബറകളിലേക്ക് ഇറങ്ങും. എന്നിട്ട് ആദ്യത്തെ സിയാറത്ത് എവിടുന്ന് തുടങ്ങും? മഹാനായ ഫഖീഹുൽ മുഖദ്ദം തങ്ങളെ സിയാറത്ത് ചെയ്തുകൊണ്ട് തുടങ്ങും. എന്നിട്ട് തെരീമിലെ പ്രധാനപ്പെട്ട ഔലിയാക്കളുടെ എല്ലാ ഖബറുകളെ സിയാറത്ത് ചെയ്യും തെരീം നിവാസികൾ. അതിനുശേഷം ഒരാൾ അവരിൽ എന്ത് ചെയ്യും? അൽ ഫാത്തിഹ എന്ന് പറയും. എന്നിട്ട് ഫാത്തിഹ ഓതും, യാസീൻ ഓതും, ഇഖ്ലാസ് മുഅബ്ബദത്തിന് ഓതും. എന്നിട്ട് അകാബിറുൽ ഉലമായിൽപ്പെട്ട ഒരാൾ ദുആ ചെയ്യും. അത് കഴിഞ്ഞാൽ വീണ്ടും പറയും അൽ ഫാത്തിഹ, രണ്ടാം ഫാത്തിഹ ഓതും. അതിന് അകാബിറുൽ ഉലമായിൽപ്പെട്ട വേറൊരാൾ ദുആ ചെയ്യും. അത് കഴിഞ്ഞിട്ട് വീണ്ടും അടുത്ത ഫാത്തിഹ ഓതും. ഇതാണ് ആരുടെ രീതി? തെരീമികളുടെ രീതി. നമ്മളെന്റെ വീക്ഷണം, ഞാൻ ചെയ്യാറുള്ളതും ഞാൻ എല്ലാരോടും പറയാറുള്ളതും, നമുക്ക് അന്നത്തെ ദിവസം സമയല്ലേ, നമ്മൾ ഈ പണി രണ്ടോട് എടുക്കുക. നമ്മൾ അസറിന് ശേഷം 3 യാസീൻ, മഗ്‌രിബിന് ശേഷം 3 യാസീൻ. എന്താ പ്രശ്നം? അസറും കിട്ടി മഗ്‌രിബും കിട്ടി, നല്ല കാര്യല്ലേ? 3 യാസീൻ അല്ലേ? ഒരു യാസീൻ 5 മിനിറ്റ്, ഏറെ വന്ന 6 മിനിറ്റ്, 3 18. പിന്നെ എല്ലാം മാഹൗലായ ഒരു അരമണിക്കൂർ, 30-35 മിനിറ്റ് കൊണ്ട് എല്ലാം കഴിയും. അസറിന് ശേഷം മഗ്‌രിബ് വരെ 2 ചില മണിക്കൂറില്ലേ? അപ്പൊ ശ്രദ്ധിക്കുക, കഴിയുമെങ്കിൽ അത് ചെയ്യുന്നത് നല്ലതാണ്. തെരീമികളോട് ഇത്തിബാഅ് ചെയ്തുകൊണ്ട് മാതാപിതാക്കളെ പോലെയുള്ള ആളുകളുടെയും പിന്നെ മശായിഖന്മാരുടെയും ബന്ധപ്പെട്ടവരുടെയും ഒക്കെ ഖബർ സിയാറത്ത് നടത്തുന്നതും നല്ലതാണ്. ആരുടെ ആദത്തിനെ അനുകരിക്കലാണ്? തെരീമികളുടെ.
തെരീമികൾക്ക് ആയത്തിനെ പറ്റി പ്രത്യേക കിതാബ് ഉണ്ടാകാനുള്ള കാരണം എന്ത്? അവരുടെ ആയത്ത് എന്നാൽ ലോകത്തെ സുലഹാക്കളും ഫുളലാക്കളും എല്ലാം വന്നുകൂടിയ നാടാണ് ഏത്? തെരീം. അവരുടെ നാട് ഏതോ ഒരു ആയത്തല്ല. വസങ്കാടിയിൽ അങ്ങനെ ഒരു പതിവുണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ പതിവുണ്ടായിക്കോട്ടെ എന്ന് മഞ്ചേശ്വരക്കാർക്ക് പറയാ. മഞ്ചേശ്വരത്ത് അങ്ങനെ പതിവുണ്ട് എന്ന് പറഞ്ഞാൽ ഉള്ളാളക്കാർക്ക് പറയാ അത് മഞ്ചേശ്വരം മദ്ഹബാണ് എന്ന് പറയാ. തെരീമികളെ അങ്ങനെ തള്ളാൻ പറ്റൂല. ലോകത്തെ ഫുളലാവും സുലഹാവും എല്ലാം ഒരുമിച്ച് കൂടിയ നാടാണ് ഏത്? തെരീമികളെ ആയത്ത് ഇങ്ങനെയാണ്. ഒന്ന്. ഇനി രണ്ടാമത്തെ ആ രാത്രി ചെയ്യേണ്ട കാര്യം എന്താ? ആ രാത്രി ചെയ്യേണ്ടത് ആ രാത്രിയുടെ മഖ്സൂസത്തായ ഈ ഫാത്തിഹകൾ ഓതുക. പിന്നെ അതേപോലെ തന്നെ എന്ത് ചെയ്യാ? ദുആ ചെയ്യുക. ചില മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ആ രാത്രി കഴിയുമെങ്കിൽ 2375 അതിന്റെ അദദ്. ഓരോ ആയത്തിനും ഒരു അദദുണ്ട്, ഓരോ ദിക്റിനും അദദുണ്ട്. 2375 വട്ടം അതിന്റെ ഒരു അദദാണ്. ഏത്? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. 1.5 മണിക്കൂർ ഇരുന്നാൽ കഴിയും. 1.5 മണിക്കൂർ ഇരുന്നാൽ മതി. 2375. ഓരോ ദിക്റിനും ഒരു അദദുണ്ട്, ഓരോന്നിനും അദദുണ്ട്. ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീലാണെങ്കിൽ 450 യാ ലത്തീഫ് ആണെങ്കിൽ 129 അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ ആണെങ്കിൽ 169 അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ മസ്ഹൂർ ആണെങ്കിൽ പോലും, സിഹറേറ്റ വ്യക്തിയാണെങ്കിൽ പോലും ഇത് രാവിലെയും വൈകുന്നേരവും 169 തവണ ചൊല്ലിയാൽ ആ ദിവസത്തിൽ പിശാചിന് അവനെ ബുദ്ധിമുട്ടിക്കാൻ കഴിയൂല. ഏത് സൂറത്ത്? അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ അലം യജ്അൽ കൈദഹും ഫീ തളീൽ വഅർസല അലൈഹിം തൈറൻ അബാബീൽ മിൻ സിജീൽ ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ. അത് ഈ സൂറത്ത് സിഹറിനെ ബാത്തിലാക്കുമോ ഇല്ലേ? ചിലപ്പോൾ ബാത്തിലായി പോകും. ചിലതൊക്കെ വലുതാണെങ്കിൽ അതിനെ ബാത്തിലാക്കി കളയേണ്ടി വരും. പക്ഷേ ഇത് രാവിലെയും വൈകുന്നേരവും 169 വട്ടം ഒരു മസ്ഹൂറായ സിഹർ ബാധിച്ച ആൾ ചൊല്ലിയാൽ എത്ര വലിയ ഇഫ്രിത്താണെങ്കിലും ആ പകലിലോ രാത്രിയിലോ അവനെ ഉപദ്രവിക്കാൻ കഴിയുകയില്ല. ഏത് സൂറത്ത്? അലം തറ കൈഫ. എത്ര വട്ടം? 169 വട്ടം. അതേ സമയത്ത് ഈലാഫി ഖുറൈശ് ചുരുങ്ങിയത് 3, ഏറിയാൽ 103. അതത് വേറെയാണ്. കൗസറ 100. മുതലുണ്ടാകാനും ദാരിദ്ര്യം തീരാനും ഓതേണ്ട സൂറത്താണ് ഏത്? കൗതറ്. കൗതറുണ്ട് ഒരുപാട് നേട്ടമുണ്ട്. ഒന്ന് ഹിന, ഒന്ന് റുഅ്യത്ത് റസൂലില്ലാഹി ഫിൽ മനാമി, നബിയെ സ്വപ്നത്തിൽ കാണുക. ഇത് രണ്ടിനും കൗതർ ഉപകരിക്കും. അതെത്ര? 100 അല്ലെങ്കിൽ 1000. അക്കല്ല് 100, അക്സർ 1000. ഖുറൈശ് ചുരുങ്ങിയാൽ 3, ഏറിയാൽ 103. ദാരിദ്ര്യം തീരാൻ ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്കി തുഅ്തിൽ മുൽക മൻ തശാ വ തൻസിഉൽ മുൽക മിമ്മൻ തശാ. എത്ര? അദദ് എത്ര? 26. സുബഹിന് ശേഷം മഗ്രിബിന് ശേഷം 26 വട്ടം ഓതിയാൽ ദാരിദ്ര്യം തീരും, പരിഹാരമുണ്ടാവും. ഏത്? ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്കി തുഅ്തിൽ മുൽക മൻ തശാ വ തൻസിഉൽ മുൽക മൻ തശാ വ തുഇസ്സു മൻ തശാ വ തുദില്ലു മൻ തശാ ബിയദിക്കൽ ഖൈർ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ തുലിജുൽ ലൈല ഫിൻ നഹാരി വ തുലിജുൻ നഹാറ ഫിൽ ലൈലി വ തുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്തി വ തുഖ്രിജുൽ മയ്യിത്ത മിനൽ ഹയ്യ വ തർസുഖു മൻ തശാ ബിഗൈരി ഹിസാബ്. എത്ര വട്ടം? 26 വട്ടം. ഹജ്ജിന് പോകാൻ അതല്ല, വേറെയാണ്.
ഇന്ന അവ്വല ബൈത്തിൻ വുളിഅ ലിന്നാസ് ലല്ലദീ ബിബക്കത മുബാറകൻ വഹുദൻ ലിൽആലമീൻ ഫീഹി ആയാത്തുൻ ബയ്യിനാത്തുൻ മഖാം ഇബ്രാഹിം വമൻ ദഖലഹു കാന ആമിനാ വലില്ലാഹി അലന്നാസ് യജ്ജുൽ ബൈത്തി മൻ ഇസ്തതാഅ ഇലൈഹി സബീലാ വമൻ ഗഫറ ഫഇന്നല്ലാഹു ഗനിയ്യുൻ അനിൽ ആലമീൻ. എത്ര വട്ടം? 96 വട്ടം. ബഅദ കുല്ലി മക്തൂബത്തിൻ, എല്ലാ ഫർള് കഴിഞ്ഞാൽ. എന്തിന്? ഹജ്ജിന് പൂർത്തിയായാൽ. ഓരോന്നിനും ഓരോ ആയത്തുണ്ട്. ഇതിന്റെ ആയത്ത് എത്രയാണ്? 2375 അവസാനിപ്പിക്കാണ്. എന്നിങ്ങനെ തുടങ്ങിയ അമലുകളെല്ലാം, ഈ അമലുകളെല്ലാം പ്രത്യേകമായ ധാരാളം കാര്യങ്ങൾ ഉണ്ട്. ഞാൻ നിങ്ങൾ നീട്ടി സംസാരിക്കുന്നില്ല. ഞാൻ ഇതിന്റെ ഒരു വൽഹാസിൽ മാത്രമാണ് ഇവിടെ നിങ്ങളെ മുന്നിൽ കാണിച്ചിട്ടുള്ളത്. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഇതിനൊന്നും ആരും സംശയിക്കണ്ട. വഹാബിയത്തിനെ പിന്തുടരുകയും ചെയ്യരുത്. വഹാബിയത്ത് ഉമ്മത്തിനെ നശിപ്പിക്കും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. മുഅ്മിനീങ്ങളെ മാർഗത്തിൽ പോകണം. ഈ രാത്രി ഒന്ന് ഒഴിഞ്ഞിരിക്കുക, ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുക. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും എന്ന ആയത്ത് 300 വട്ടം ചൊല്ലിയാൽ ആ വർഷം മരിക്കുമെങ്കിൽ പോലും സുആലിനെ തൊട്ട് രക്ഷയുണ്ടാകുന്നതാണ്. ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസിക്കും എന്ന ആയത്ത് ഏത് രാത്രി? ബറാഅത്ത് രാത്രി. എത്ര വട്ടം? 300 വട്ടം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇങ്ങനെ ഇത്തരം കാര്യങ്ങളൊക്കെ സൂക്ഷിക്കുക. പിന്നെ നേരെ വെളുക്കുന്നവരെ കഴിയുന്നത്ര ദുആ ചെയ്യുക. സദസ്സുകൾ സംഘടിപ്പിക്കുക. ഒറ്റയായിട്ടും ജമാഅത്തായിട്ടൊക്കെ നിർവഹിക്കുക. മുൻഗാമികളായ സാലിഹ്യങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുക. നാട്ടിലെ ഉലമാക്കൾ, ഉമറാക്കൾ, അവർക്ക് വേണ്ടി ദുആ ചെയ്യുക. ശഅബാൻ 15ന്റെ നോമ്പ് ധാരാളം മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. ശഅബാൻ 15ന്റെ നോമ്പ് ധാരാളം മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ സൗമിന്റെ പ്രത്യേകത എന്ത്? ആ സൗമ്യ ഒരു വിസാലാണ്, ഒരു ചേർച്ചയാണ്. എന്തിലേക്കുള്ള? തലേന്ന് രാത്രിയുടെ അമലിനോട് ചേർക്കേണ്ടതാണ്. പിറ്റേന്ന് നോമ്പനുഷ്ഠിക്കുക. മഗ്ഫിറത്തിനുള്ള അല്ലാഹു നമുക്ക് മഗ്ഫിറത്ത് തന്നപ്പോൾ അതിനുള്ള നന്ദിയായി അനവധി മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ആ ദിവസം നോമ്പുണ്ട് എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല. അയ്യാമുൽ ബീദിന് നോമ്പാണ്. മാത്രമല്ല നന്ദിയാണ്. എന്തിന്റെ നന്ദി? ഉമ്മത്തിന് ശഫാഅത്തിന്റെ അധികാരം ചോദിച്ചു മുഹമ്മദ് മുസ്തഫ. അപ്പോൾ 13-ാം രാവിന് 3-1 കൊടുത്തു, 14-ാം രാവിന് 3-2 കൊടുത്തു, 15-ാം രാവിന് 2. ഇനിയുണ്ട് പ്രാധാന്യം. ഖിബില മാറ്റിയത് 15-ാം രാവാണ്. പരിശുദ്ധ കഅബാലയത്തിലേക്ക് നമ്മൾ നിസ്കരിക്കാൻ കാരണം എന്താ? ശഅബാൻ 15ന്റെ ളുഹറിനാണ് എന്ത്? തഹ്വീലുൽ ഖിബില. അതിന്റെ നന്ദി കൂടിയാണത്. നന്ദികൾക്ക് നോമ്പെട്ടികൾ മുഅ്മിനീങ്ങളെ രീതിയല്ലേ? ഇങ്ങനെ പാടുണ്ട്. ഞാൻ ഇതിന്റെ ഒരു ഹാസിൽ നിങ്ങളെ കാണിക്കൽ മാത്രമാണ് ലക്ഷ്യം. അതുകൊണ്ട് അല്ലാഹുവിന്റെ പൊരുത്തപ്പെട്ട അടിമകളിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ. ഉപകരിപ്പിക്കുക. നമ്മളും നമ്മളെ ഭാര്യ സന്താനങ്ങളും മാതാപിതാക്കളും കുടുംബവും നാടും പ്രതിസന്ധിയിലുള്ള സമുദായവും ഇങ്ങനെയൊക്കെയുള്ള സമയത്ത് രക്ഷപ്പെടും. പേടിക്കൊന്നും വേണ്ട. ചെയ്ത ദുആക്കൊക്കെ ഫളിലുണ്ട്. അത് ഇങ്ങനെ പറയാൻ പറ്റൂല. പല ദുആയും നമ്മൾ നടത്തി, ഫളിലില്ലേ? അപ്പൊ ഈ സമയം എല്ലാവരും ഉപയോഗിക്കണം.